ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞ സംഭവം കോടതിയിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റമായിട്ട് അധപ്പതിപ്പിക്കരുത്. ഒരു വില്ലേജ് ഓഫീസിലാണെങ്കിലും ഒരു താലൂക്ക് ഓഫീസിലാണെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഒരു ഏത് സർക്കാർ ഓഫീസിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും അവിടെയൊക്കെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അതാണ് തീർച്ചയായിട്ടും. കാരണം നമ്മൾ സാധാരണക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ ആദ്യം ഓടിച്ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അസുഖം വന്നാൽ ഓടിച്ചെല്ലുന്നത് സാധാരണക്കാരൻ ഓടിച്ചെല്ലുന്നത് സർക്കാർ ആശുപത്രിയിലേക്കാണ്. അതും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കളക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എല്ലായിടത്തും പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ്. ഇപ്പം സർക്കാർ ആശുപത്രി പറയുമ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ ഒരു സാധാരണക്കാരൻ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ലാത്ത ഒരാൾ ചെന്ന് കയറുമ്പോൾ ഉള്ള ട്രീറ്റ്മെൻറ്റും അവിടെ ഒരു VIP വിളിച്ചു പറഞ്ഞു പോകുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അതെ ഒരു സ്ഥലം MLA അല്ലെങ്കിൽ മന്ത്രിയോ ആരുടെയെങ്കിലും ഒരു ശുപാർശയായിട്ട് ചെന്ന് കയറുന്നതിൻ്റെ അവിടെ ജസ്റ്റിസ് ഇല്ലാതാവുകയാണ്. എക്സാക്ട്ലി അതാണ് ഞാൻ പറയുന്ന ഫണ്ടമെൻ്റൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടതാണ്. അതെ. അതല്ലാതെ വരുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു സിംറ്റമാണ് ഞാൻ പറയുന്നത്. ചെല്ലുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു അസുഖം ഒരു സീരിയസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന കെയർ, കരുതൽ, ഇതിലൊക്കെ മാറ്റമുണ്ട്, ഇതിലൊക്കെ വ്യത്യാസമുണ്ട്.